ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ചായയൊക്കെ അരിച്ച് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം പണിയാണല്ലേ, രാവിലെ എണീച്ച് ചായ വെക്കുന്നു പറയുന്നു, കൂട്ടാൻ വെക്കുന്നു പറയുന്നു, എന്താ ചെയ്യല്ലേ, നമ്മുടെ ജോലി അതായി പോയില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ ചായയൊക്കെ ആറ്റി ക്ലാസ്സിലാക്കി കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ അശ്വിൻ കേട്ടോ. അവനിന്ന് ചായ വേണം പറഞ്ഞ കാരണം അവനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അക്ഷയ് വന്നപ്പോൾ ഞാൻ പിന്നെ ഏട്ടനുള്ള ചായ കൊടുത്തയച്ചതാണ്. നമ്മുടെ പാഞ്ചു വന്ന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പാലെല്ലാം കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവളും കുട്ടികളും പാലൊക്കെ കുടിച്ചിട്ട് ഉള്ളിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം കുറച്ച് തുണ്ടുമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, ഒന്ന് കുതിരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ ഉപ്പൊക്കെ പോവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതൊന്നും കുറച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഞാനങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ നമ്മുടെ ചീനച്ചട്ടി ഒന്ന് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമുക്കിനി ആദ്യം കറി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെക്കുന്ന കൂട്ടാൻ സ്റ്റാർ കൂടെ ചേർക്കണം കേട്ടോ, അപ്പോഴും നന്നായിരിക്കുക. പിന്നെ നമ്മൾ നേരാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, കൂട്ടാനല്ല നമ്മുടെ ഉള്ളി നന്നായി തന്നെ വഴണ്ട് വന്നോട്ടെ കേട്ടോ. ഈ കളറാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി തന്നെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഏകദേശം മാറി വന്ന എണ്ണയ്ക്ക് ലേശം തെളിഞ്ഞ് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളി കേട്ടോ അത് അരച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തക്കാളിയും കൂടെ കിടന്നിട്ട് നന്നായി തന്നെ വഴണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കി എടുക്കാം കേട്ടോ. ഒരു കുഞ്ഞു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ. പിന്നെ 1/4 സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ അതിലേക്ക് 2 ഏലക്കായ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ചേർത്തിട്ട് നന്നായി തന്നെ അരച്ചുകൊണ്ട് വരിക കേട്ടോ. ഈ സമയം കൊണ്ട് നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിയുടെ കൂട്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇത് ഇരിക്കും തോറും കുറച്ച് കുറുകും. എന്താ പറയുക, നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റൊക്കെ ചേർത്ത പേസ്റ്റല്ല, കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്ത കാരണം ഇത് കുറച്ച് തിക്കായി വരും. അപ്പോൾ നിങ്ങൾക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ ഇവിടെ കിടന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിളച്ചപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. കുറേ പ്രാവശ്യം മിക്സ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ, എനിക്കും തോന്നി കേട്ടോ കണ്ടപ്പോൾ. എന്നാലും ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് നിറയെ നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞപ്പിടി നിറയെ ഗരം മസാലയല്ല, എന്താ നമ്മുടെ പുതിനയില ചേർത്ത് കൊടുക്കണ്ട. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ തിളച്ചിട്ട് എണ്ണ ഒന്ന് പിരിഞ്ഞ് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പാഞ്ചു വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും എന്താണെന്ന് മീനിൻ്റെ മണം കേട്ടിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇന്ന് അവൾ ഒരുപാട് പ്രാവശ്യം അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് വറുത്തിട്ടൊക്കെ തരാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ മീൻ കഴുകുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് അപ്പോൾ നമ്മുടെ അശ്വിൻ ചെറിയ വേറെ കുട്ടിപ്പൂച്ചയും കൊണ്ട് വന്നതാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് ഒതുങ്ങിയിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. നമ്മൾ എടുത്താൽ മിണ്ടാണ്ട് സൈലൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ളൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അമ്മയും കുട്ടിയും കൂടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ
അശ്വിൻ അതിനും കൂടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പറയും അവിടെ കൂട്ടാൻ തിളച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അടുപ്പിൽ കൊണ്ടിടണ്ടാ പറഞ്ഞാണ് കേട്ടോ. നേരെ അതിനെയും കൊണ്ട് നേരെ നമ്മുടെ ചീനച്ചട്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയും കുട്ടിയും അശ്വിനെയൊക്കെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. ഇനി അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് നമ്മുടെ റാഗിപ്പൊടി കേട്ടോ, നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൊടിയില്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ 1.5 കപ്പേ ചേർത്തിട്ടുള്ളൂ, 2 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. അത് മതി, നമുക്ക് അത്രയല്ലേ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് തേങ്ങയും കുറച്ച് എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ വെച്ചതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് എണ്ണയൊക്കെ പിരിഞ്ഞ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇടാത്തൊരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാലനയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാലന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും നമ്മുടെ എള്ളും എല്ലാം അവിടെ എത്താൻ വേണ്ടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, നമ്മൾ റാഗിപ്പൊടി പെട്ടെന്ന് വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ, അതാണ് നമുക്ക് നേരെ കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ അതവിടെ കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ മീനിലേക്ക് കുറച്ച് മസാല ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ, വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, അത്ര തന്നെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ. ഉണക്കമീനിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് ഇറക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകമാണ് അല്ലേ. അപ്പോൾ അത് ചൂടായപ്പോൾ വേഗം തന്നെ നമ്മൾ എന്താ പറയുക മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു കഷ്ണം ഇല മുറിക്കാൻ പോയതാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നതിന് ഇല ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇല മുറിക്കാൻ പോകുന്നുണ്ട്. നമ്മളവിടെ വേസ്റ്റ് കുഴി കുഴിച്ച കാരണം നമ്മുടെ വാഴയൊക്കെ പോയി കേട്ടോ. അതുകൊണ്ട് ഇലയ്ക്ക് ഇത്തിരി പ്രശ്നമാണ് ഉണ്ട് നമ്മുടെ ആവശ്യത്തിന്. എന്നാലും അത് പോയപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. എനിക്ക് വാഴയില പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് നമ്മുടെ ഇലയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ പാൻ വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇലയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ മാവ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഗോതമ്പിൻ്റെ തട്ടട ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ റാഗിയുടെ തട്ടട ഉണ്ടാക്കുന്നത്. റാഗി തനിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റായി വരാൻ കുറച്ച് പ്രയാസം കൊടുക്കും. അതിനാണ് കേട്ടോ നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇത് കഴിക്കാൻ നമ്മുടെ ഗോതമ്പ് തട്ടടയെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ചൂടോടെ കഴിക്കുമ്പോൾ ഇതിന് റാഗിയുടെ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചൂടാറുമ്പോൾ ലേശം അതിൻ്റെ മണം ഉണ്ടെങ്കിലും ചൂടോടെ ഈ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. റാഗി ആയ കാരണം കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ ചെയ്യണേ കറിയുടെ യാതൊരു ആവശ്യമില്ല കേട്ടോ. ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടെങ്കിൽ തന്നെ കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ദോശക്കല്ലിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇല കൊണ്ട് ഇതുപോലെ ഒന്ന് കവുത്തിയിട്ടിട്ട് ലേശം ഒന്ന് ചൂടാകുമ്പോൾ ഇല എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് 2 ഭാഗവും നമ്മൾ സാധാരണ ചുട്ടെടുക്കും പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ആയ കാരണം ആയോന്നറിയാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ അത് റെഡിയായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒന്ന് 2 സൈഡും ഒന്ന് അമർത്തി കൊടുത്തിട്ട് 2 സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റാഗിയുടെ തട്ടട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള നമ്മുടെ തട്ടട കൂടെ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതൊന്ന് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വെണ്ടയ്ക്ക് മത്തിയും കൂടെ പുളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ,
ആ കൂട്ടാൻ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ചാറ് കൂട്ടാനൊന്നും വെക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചതാണ്. പിന്നെ ഞാൻ നമ്മുടെ തട്ടട അവിടെ ഒന്ന് പരത്തിയിട്ടുണ്ട്, ഒന്ന് കല്ലിലുണ്ട്. പിന്നെ നമ്മുടെ അശ്വിനെ കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനുള്ള ഭക്ഷണം ഞാൻ വേഗം തന്നെ പ്ലേറ്റിലാക്കിയിട്ട് അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് എടുത്തപ്പോൾ റാഗി കണ്ടപ്പോൾ വലിയ തെളിച്ചൊന്നും ആൾക്ക് തോന്നിയില്ല കേട്ടോ. തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ശരിയെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ട്യൂബില്ലേ, അതൊന്ന് കുറേ ആയിട്ടോ നമ്മൾ മാറ്റണം വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് പുതിയതൊന്ന് ഏട്ടൻ സെറ്റ് ചെയ്ത് തരുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ആ ഒരു തിരക്ക് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. സ്റ്റവിൻ്റെ ട്യൂബ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതും നമ്മൾ എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ കുട്ടികളെ നോക്കണ്ട, നമ്മുടെ പൂച്ചക്കുട്ടികളെ അവരെ എണീറ്റ് വന്ന് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഞാൻ എണീറ്റ് വന്നിരിക്കുമ്പോൾ അവർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോണ്ട് 2 പൂച്ചക്കുട്ടിയും അമ്മപ്പൂച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പൂച്ചക്കുട്ടിയെ കാണാനില്ല കേട്ടോ. അവളെ ഞങ്ങൾ എല്ലാവരുടെയും തിരഞ്ഞു കേട്ടോ. നമ്മുടെ വെള്ളക്കുഞ്ഞ് പൂച്ചയില്ലേ, റൗലിയാണ് കേട്ടോ കാണാണ്ടിരിക്കുന്നത്. കണ്ടോ മരത്തിൻ്റെ മേലെ ആ വട്ടോട്ട് കാണുന്നത് റൗലിയാണ് കേട്ടോ. എങ്ങനെയെന്നറിയില്ല, മരത്തിൻ്റെ മേലെ കയറിയിരിക്കണം കേട്ടോ ആള്. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ പാഞ്ചുവിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, കുട്ടികളെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുക. അവർ നമ്മൾ വളർത്തുന്ന പൂച്ചയല്ലല്ലോ, വെളിയിൽ നിന്ന് വന്ന പൂച്ചകൾക്ക് അവർക്ക് ആ ഒരു എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നടക്കണം എന്നൊക്കെ അവർക്ക് സ്വയം അറിയാലോ. അത് അവരുടെ കുട്ടികളെയും കൂടെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇതായിട്ടാണ് തോന്നുന്നു ഇന്നലെ ഇപ്പോൾ റൗലി നേരെ കയറി മരത്തിൻ്റെ നിറകി പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വെച്ച് ഇവിടെ എല്ലാവിടെയും തിരഞ്ഞു. അത് മതിലുകൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ തിരഞ്ഞു കേട്ടോ. കരച്ചിൽ കേൾക്കുന്നുണ്ട്. 5:30-6 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ആദ്യം തിരയുന്ന സമയത്ത്. അപ്പോൾ കുട്ടിയുടെ സൗണ്ട് കേൾക്കും. നമ്മൾ റൗലി വിളിക്കുമ്പോൾ സൗണ്ട് കരയുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കൂടെ എല്ലാവരുടെയും തിരഞ്ഞു, ഇവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചം വെച്ചപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ പ്ലാവിൻ്റെ മേലെ കയറിയിരുന്നിട്ട് പേടിച്ചിട്ട് ഒരേ കരച്ചിൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയറിയ അത് താങ്ങില്ല, അത്ര ചെറിയ മരമാണ് കേട്ടോ. പിന്നെ നമ്മൾ അക്ഷയെ വിളിച്ച് ഏണി വെച്ച് മുകളിൽ കയറിയിട്ട് ആളെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൾ കുറച്ച് വികൃതിയാണ്, എന്താ പറഞ്ഞാൽ നമ്മൾ നേരെ എടുത്തില്ലെങ്കിൽ നമ്മളെ മാന്തും. അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ മെല്ലെ കയറി ഇറങ്ങി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവളുടെ കയ്യിലുണ്ട് നമ്മുടെ റൗലിക്കുട്ടി. അങ്ങനെ ഇറങ്ങി കൊണ്ടുവന്ന് നേരെ മതിലിൻ്റെ മേലെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് എടുക്കുമ്പോൾ വരുന്നേ ഇല്ല, നഖം കൊണ്ട് നല്ല ഷാർപ്പായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലപോലെ പേടിച്ചു തോന്നുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ എടുത്തിട്ട് വേഗം തന്നെ നമ്മുടെ പാഞ്ചുവിൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ. പാഞ്ചുവിന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല കേട്ടോ. ഞങ്ങൾ മതിലിൻ്റെ മേലെ അവളെ കയറ്റി, അതുപോലെ എന്താ പറയുക മരത്തിൻ്റെ മേലെ കയറ്റി ഇവിടെ നോക്കിയൊക്കെ അവിടുന്ന് താഴെ ഇറങ്ങലാണ്ട് മേലേക്ക് കയറിയ കുട്ടിയെ എടുക്കുക ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നല്ല പ്രകാരം റൗലിയൊക്കെ എടുത്ത് താഴെയാക്കിയിട്ടാ. അത് നമ്മൾ വളർത്തുന്നില്ല എങ്കിലും അത് നമ്മുടെ ഒന്ന് കൂടിയപ്പോൾ അതിനെ കാണാണ്ടായപ്പോൾ നമ്മൾ രാവിലെ വല്ലാണ്ട് പേടിച്ചു കേട്ടോ. പേടിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായി, എവിടെ പോയി എന്നറിയാണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര വലുതായിട്ടില്ലല്ലോ കുട്ടികൾ, കുറച്ചും കൂടെ വലുതായി അവർ പോകും, അവർ കാര്യം നോക്കും, അവർക്ക് അറിയും. ഇത് അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ. അങ്ങനെ രാവിലെ എണിച്ചത് ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആളെ കിട്ടി നമുക്ക് അങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാകണ്ട് നമ്മുടെ അക്ഷയ എടുത്തിരിക്കുന്നത് ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ്, ഭയങ്കര കൂടിയാണ്. അങ്ങനെ നമ്മൾ അശ്വിൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ വന്നിരുന്നപ്പോൾ അക്ഷയ അവളെ എടുത്തപ്പോൾ ഞാനൊന്ന് നേരെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ റൗലി കണ്ടു ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അശ്വിന് ഈ പൂച്ചക്കുട്ടികൾ ഏറ്റവും വെറി കൂടുതൽ ഇവൾക്കാണ് കേട്ടോ. ഇവൾ പറഞ്ഞാലേ കേൾക്കില്ല. അങ്ങനെ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അശ്വിൻ പോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനും അക്ഷയ ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടടയും അതുപോലെ നമ്മുടെ കറിയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉച്ചക്ക് പിന്നെ മീൻചാറും മീൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ വരാട്ടോ.